ഹായ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് വെഫെയേഴ്സിൻ്റെ വലിയൊരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ലോക ലോക കല്യാണി പ്രിയദർശൻ നസ്ലിൻ ആണ് പോസ്റ്ററിലുള്ളത്. പോസ്റ്ററാണ് അവർ റിവീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. പോസ്റ്റർ ഡീകോഡിങ് എന്ന് പറയുന്നൊരു പരിപാടിയാണ് ശ്രമിക്കുന്നത്. എത്രത്തോളം ആവും എങ്ങനെയാവും എന്നുള്ളതൊന്നും അറിയില്ല നമുക്ക്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് കാര്യങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാവും എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അല്ലെങ്കിൽ വലിയൊരു സംവേദനം എന്നൊക്കെ അർത്ഥമാണ് വരുന്നത്. ചന്ദ്ര എന്ന് പറയുന്നത് പേരായിരിക്കാം, അല്ലെങ്കിൽ ചന്ദ്രനോട് ബന്ധം കാണിക്കാനുള്ളതാകാം. ഇതിൽ രണ്ടാകാനാണ് അതിൻ്റെ അർത്ഥം. അതായത് ലോക ചന്ദ്ര ചാപ്റ്റർ 1 എന്നാണല്ലോ വരുന്നത്. ചാപ്റ്റർ 1 ചന്ദ്ര എന്നാണ് വരുന്നത്. അപ്പോൾ ദുൽഖർ സൽമാൻ തന്നെയാണ് സിനിമയെ കൊണ്ടുവരുന്നത്. ഒരു വലിയ സിനിമയായിട്ടാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നുള്ള രീതിയിലൊക്കെയാണ് അത് പറയപ്പെടുന്നത്. 2025 റിലീസ് ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പോസ്റ്റർ ഇനി നമ്മളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. പോസ്റ്ററിൻ്റെ മധ്യത്തിൽ കാണുന്ന ഒരു സ്ത്രീയുടെ, അതായത് കല്യാണി പ്രിയദർശനൻ്റെ ഒരു മുഖ്യ കഥാപാത്രത്തിനെയാണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നസ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വേദന അലറി വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് റിക്വയർമെൻറ്റ് ഉള്ള പോലെയുള്ള ഒരു ഇമോഷനിലാണ് വന്നിട്ടുള്ളത്. കല്യാണി പ്രിയദർശനൻ്റെ ഭാവവും അതേപോലെ തന്നെ വസ്ത്രവും ആയുധവും കാണുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കാം ഒരു ഫൈറ്ററോ അല്ലെങ്കിൽ ഒരു പോരാളിയോ സൂപ്പർ ഹീറോ എന്നുള്ളതാണ് അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നത്. പിന്നെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആകെ പൊട്ടിത്തെറിയും എല്ലാം, ബോംബ് ബ്ലാസ്റ്റിങ്ങും അതേപോലെ ഒരു വാറിൻ്റെ എല്ലാ കാര്യങ്ങളാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ എന്താ പറയുക, ഒരു സൈഡിൽ കുറച്ച് സൈനികരും അതേപോലെ തന്നെ തോക്കേന്തിയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. മേ ബി ശത്രുക്കളായിരിക്കാം. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വലിയ ത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പരിപാടി പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ പേര് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം, അത് വലിയൊരു സ്ഥലമോ ലോകമോ ആവാം. ചന്ദ്ര എന്ന് പറയുന്നത് ചന്ദ്രനുണ്ട്, അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കല്യാണി പ്രിയദർശനൻ്റെ പേരായിരിക്കാം. അങ്ങനെയൊക്കെയാണ് നമുക്കിതിനകത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് ഒരു ഫ്യൂച്ചർ സെറ്റിങ്സ് ആണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. ഫ്യൂച്ചർ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ ഒരു ഭാവിയിൽ നടക്കുന്ന കഥയായിരിക്കാം. അപ്പോൾ ഒരു നായിക പശ്ചാത്തലത്തിൽ ശക്തമായൊരു സ്ത്രീ കഥാപാത്രം, അതായത് ഒരു വുമൺ സൂപ്പർ ഹീറോ ആയിട്ട് വരുന്നു. അവർ ഏതെങ്കിലും അൺവാണ്ടഡ് ശത്രുക്കൾ ആയിട്ട് ഏറ്റുമുട്ടുന്നൊരു സംഭവമായിരുന്നു. പിന്നെ പോസ്റ്ററിൽ കൂടുതലും വെടിവെപ്പ്, ബ്ലാസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നത് വലിയൊരു ആക്ഷൻ സിനിമ തന്നെയായിരിക്കും എന്ന് നമുക്ക് കരുതാം. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെയാണ് ഇതിനകത്ത് കുറിച്ച് പറയാനുള്ളതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഡയറക്ഷൻസും ബാക്കി കാര്യങ്ങളും ആരൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഡൊമിനിക് ആറൂൺ ആണ് ഇതിൻ്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറഞ്ഞത് വേഫെയർ ആണ്, ദുൽഖറിൻ്റെ സ്വന്തം പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റാണോ എന്താണെന്നുള്ളത്, എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ ശരി, ബൈ.